UAE പറശ്ശിനി സൗഹൃദവേദി അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും എല്ലാവരും യോജിച്ച് സഹായം അർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആ പ്രദേശത്ത് സഹായം എത്തിക്കുന്നതിന് കാണിക്കുന്ന ജാഗ്രതയും വളരെയേറെ അഭിനന്ദനാർഹമാണ്. മാത്രമല്ല, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ചെറിയ ശമ്പളക്കാരുണ്ടാകും, വലിയ ശമ്പളക്കാരുണ്ടാകും, ഒരു ഇടത്തട്ടുകാരുണ്ടാകും. ഈ ഒരു സൗഹൃദ വേദിയിൽ അതിൻ്റെ എല്ലാം മറികടന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി യോജിച്ച് ഇത്തരത്തിലുള്ള ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായും ഒരു മാതൃകയാണ്. മാത്രമല്ല, ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ഈ 10ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ട 2 കുടുംബങ്ങൾക്ക് വീടെടുത്ത് കൊടുക്കുന്നു. അതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് ഈ വരുന്ന 27-ാം തീയതി വൈകുന്നേരം പറശ്ശിനിയിൽ വെച്ച് നടക്കുന്നത് എന്നറിയാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം ഈ സൗഹൃദ വേദിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംഘടനാ ഭാരവാഹികൾക്ക് ഞാൻ പ്രത്യേകമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. കാരണം അവരാണ്, ആ ലീഡർഷിപ്പാണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സഹായം ആവശ്യമുള്ളവരുണ്ട്. വളരെ മാരകമായ രോഗം പിടിപെടുന്നവർ, കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവർ, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിദ്യാഭ്യാസം നല്ല മാർക്കുണ്ട്, എല്ലാറ്റിലും A+ മാർക്കുണ്ട്, പക്ഷേ മോളെയോ മോനെയോ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും രോഗമാണ്, അതല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി ഒരു കുട്ടി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വിവിധ തരത്തിൽ വിഷമിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് ചെറുതും വലുതുമായിട്ടുള്ള അവനവനാൽ കഴിയുന്ന സഹായം കൊടുത്തുകൊണ്ട് സ്വരൂപിക്കുന്ന പണം ഇതിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം. അതിലിപ്രാവശ്യം ഈ 2 വീടുകൾ നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. വീട് ഏതായാലും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ ഒരു ഉത്തരവാദിത്വമാണ് UAE പറശ്ശിനി സൗഹൃദ വേദി ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അവരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് ഇനിയും സഹായം ചെയ്യാൻ കഴിയുമാറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.